ഹായ്, ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ഉള്ളിയും മുളകും മൂപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. അതുപോലെ നമ്മൾ മൂപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു മാസത്തിൽ ഒരുപാട് നാൾ കേടാകാതെ എടുക്കാം. അതുപോലെ പച്ചക്കറി താളിക്കുമ്പോഴും പിന്നെ മുട്ട വറുക്കാനും ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനും ഒരുപാട് യൂസ്ഫുള്ളാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ വിശദമായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ഉള്ളിയുടെ അളവാണ് ഞാൻ പറയുന്നത്. 1 കിലോ ഉള്ളി, ചെറിയ ഉള്ളി എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്കൊരു 1/4 കിലോ ഉണക്കമുളക് എടുക്കുന്നുണ്ട്. 1 കിലോ ഉള്ളിക്ക് 1/4 കിലോ ഉണക്കമുളകും 1/4 കിലോ വെളുത്തുള്ളിയും വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ മൂപ്പിച്ച് വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിലേക്ക് ഇത് ഉള്ളി തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് വരുന്നത്. ഒരു 3-4 ദിവസം കൊണ്ടൊക്കെ തൊലി കളഞ്ഞ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് മൂപ്പിച്ചെടുക്കാനും കുറച്ചൊരു സമയം വേണം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കുറേ ദിവസത്തിന് വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെ. ആദ്യം നമുക്ക് ഒരു എണ്ണ ചട്ടി വെച്ചിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ആദ്യം തന്നെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ചതച്ചെടുത്താൽ മതി, അരയേണ്ട ആവശ്യമില്ല. അതൊന്ന് 1-2 മിനിറ്റ് മൂത്തതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ച ഈ ചെറിയ ഉള്ളി അതും അരയേണ്ട ആവശ്യമില്ല, ചതച്ചെടുത്താൽ മതി. കല്ലിലൊക്കെ ചതച്ചെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവരും മിക്സിയുടെ ഗ്രൈൻഡറിലാണല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒന്ന് കറക്കിയെടുത്താൽ മതി. 1-2 പ്രാവശ്യം, അത് അരിഞ്ഞു പോകണ്ട. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എപ്പോഴും ആവശ്യത്തിന് ഇത് ഉള്ളി മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മൊരിഞ്ഞ് വരുള്ളൂ. ഇതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കറിവേപ്പില കൂടുതൽ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരുവിധം അങ്ങോട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഈ കറിവേപ്പില ഇടുമ്പോൾ നല്ലോണം തന്നെ ഇടാൻ നോക്കുക. അപ്പോഴാണ് ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും പിന്നെ നമ്മൾ ഓരോന്നിലും നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് വളരെ ടേസ്റ്റായിട്ട് വരും ഇത്. പിന്നെ വേറെ നമ്മൾ കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല ഇതിലേക്ക്, ഇതുപോലെ ചെയ്ത് വെച്ചാൽ. ഇപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദിവസേന ഇതുപോലെ ഉള്ളിയും ഒക്കെ തൊലി കളഞ്ഞ് കുറേശ്ശെ എടുത്ത് തൊലി കളഞ്ഞ് ചതച്ചെടുത്ത് അതൊക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം നഷ്ടം വരും, നമുക്കത് ബുദ്ധിമുട്ടുമാണ്. ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലുള്ള ഒരു ഉപകാരം നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. ബാച്ചിലേഴ്സ് ആയാലും നാട്ടിൽ പോയി വരുമ്പോൾ ഇതുപോലെ കുറച്ച് അധികം ഉണ്ടായിക്കൊണ്ട് വന്നാൽ വളരെ ഹെൽപ്പായിരിക്കുള്ളൂ. നമ്മളെ ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ മുളക് ഇടാനുള്ള സമയമായി. മുളക് ഞാനൊന്ന് വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരും. ഇതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. മുളക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. ബാക്കിയുള്ളത് ഈ ഒരു ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് മുരിഞ്ഞു കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുളക് തീരെ കരിഞ്ഞു പോകരുത്. ഇട്ട ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഏകദേശം ഇത് എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് എക്സസ് ആയിട്ടുള്ള കുറച്ച് എണ്ണ അധികം ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിയെല്ലാം ഒന്ന് സൈഡിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ബാക്കിയുള്ള എണ്ണകളെല്ലാം ഇതുപോലെ കിട്ടും നമുക്ക്. ഈ എണ്ണ നമുക്ക് ബാക്കിയുള്ളത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് പച്ചക്കറിയൊക്കെ താളിക്കാൻ വേണ്ടി എടുക്കാം. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ എണ്ണ പോയിട്ട് നന്നായിട്ട് കിട്ടും. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഏകദേശം ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ എടുത്തിട്ട് ഒരു ഗ്ലാസ് ബൗളിലോ എന്തായാലും ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രം തന്നെ വേണം. അതുപോലെ തന്നെ ഇത് എടുക്കുമ്പോഴും ഒരു ഉണങ്ങിയ ടീസ്പൂൺ വെച്ചിട്ടോ എടുക്കാൻ പാടുള്ളൂ. സൂക്ഷിച്ച് വെക്കുമ്പോൾ നനവ് ഇതിലേക്ക് പറ്റരുത്. അപ്പോൾ ഇത് കേടുവന്നു കണ്ടോ. ഇപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. എയർ ടൈറ്റായിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ആവശ്യത്തിന് നമുക്കിതുപോലെ കാണിച്ചു തരികയാണ്. താളിക്കുമ്പോൾ അല്പം എണ്ണ ഒഴിച്ചിട്ട് കടുകിട, വേപ്പില ഇടേണ്ട ആവശ്യമില്ല, ഞാൻ ഇട്ടതാണ്. കണ്ടി ഇതിൽ നിന്ന് കുറച്ച് അവിടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ, ഇതിപ്പോൾ നല്ല മൂത്ത കടച്ചക്ക ഉപ്പിട്ട് വേവിച്ചതാണ്. അത് നമുക്കിത് ഇതിലേക്കിട്ട് പെട്ടെന്ന് തന്നെ താളിച്ചെടുക്കാം. അതുപോലെ എല്ലാ പച്ചക്കറികളും നമുക്ക് വേവിച്ചിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ മുട്ട വറുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. മുട്ട എടുത്ത് ഒഴിച്ചിട്ട് അതുപോലെ ഇത്തിരി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടിട്ട്
അടിച്ചെടുത്താൽ പെട്ടെന്ന് റെഡിയാവും. ഈ ഒരു മാവ് ഈ ഒരു മിക്സി തന്നെ നമുക്ക് ബ്രെഡ് മുക്കിയിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരല്പം മസാലപ്പൊടിയും കൂടെ ചേർത്താൽ നല്ലൊരു ബ്രെഡ് ടോസ്റ്റ് റെഡിയാക്കാം. ഈ മുട്ട മിക്സി തന്നെ എടുത്താൽ. അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കും. ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇനി എത്രത്തോളം നിങ്ങൾക്ക് ഇതൊരു ഹെൽപ്പ് ആവുന്നുണ്ട്, അത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ ഈ ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ അമ്മച്ചിയാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.